ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെയാണല്ലേ, അപ്പോൾ നല്ല രീതിക്ക് ഇപ്പോൾ ചെടികളൊക്കെ നട്ടാൽ പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചെടികളൊക്കെ പിരിച്ച് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് കുറേ ചെടികളൊക്കെ എനിക്ക് സെപ്പറേറ്റ് മാറ്റേണ്ടതായിട്ടൊക്കെ ഉണ്ട്. കുറേ ചെടിച്ചട്ടിയിലോട്ടൊക്കെ മാറ്റണം കേട്ടോ. കുറേ കുഞ്ഞു ചട്ടികളിലൊക്കെ ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കാറ്റത്തൊക്കെ ഒരുപാട് ചെടികളൊക്കെ കുഞ്ഞുകുഞ്ഞായിട്ടൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെടി നടാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കല്ലൂസും കൂടിയൊക്കെയാണ് ഇന്ന് ചെടി നടാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മാറ്റി നടാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് കുറേ നാളായി ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് വച്ചിട്ട്. അപ്പോൾ ഇന്നാണ് എനിക്കിത് മാറ്റി നടാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ ഇതിനി പുതിയതായിട്ടൊക്കെ തൈയൊക്കെ വരണമെങ്കിൽ നമ്മളിത് മാറ്റി നട്ടാൽ പുതിയതായിട്ട് തൈയൊക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കുറേ ചെടികൾ വീണ്ടും മാറ്റാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ദേ ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഞാൻ മാറ്റി നടാതെയൊക്കെ ഇരുന്ന് അതിപ്പോൾ കേട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റൂബി ഗ്രാസൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ വളരുന്നുണ്ട്. ചെടിച്ചട്ടികൾ എടുത്തോണ്ടോ, നമുക്കിനി ഇതൊക്കെ മാറ്റി നട്ടാം. എല്ലാം എടുത്തോ. കുറേ ദിവസമായിട്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ എൻ്റെ ബില്ലിംഗ് ഹാർട്ടൊക്കെ ഞാൻ ഒരു കയറിൽ കെട്ടി നമ്മുടെ ആര്യാവേപ്പിലോട്ട് പടർത്തി വിട്ടേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങൊന്ന് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അത് വേറൊന്നും കൊണ്ടല്ല, നട്ട ചെടികളൊക്കെ വളരട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നട്ടാൽ പെട്ടെന്ന് പിടിക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ചെടി നടാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ്സാണ് ഞാൻ വേറൊന്നിൽ മാറ്റി നടാനായിട്ട് പോകുന്നത്. ഇത് നല്ല അടിപൊളി ഒരു പ്ലാന്റ്സാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് നട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇത് വളരുമ്പോൾ വെട്ടിയിടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് നല്ല ചുമപ്പ് കളറിലാണ് കേട്ടോ. മുകൾ ഭാഗത്ത് വെള്ളയും അതുപോലെ തന്നെ ഒരുമാതിരി ചന്ദന കളറും കൂടി ഷെയ്ഡ് കലർന്നൊരു കളറും കൂടിയാണ് കേട്ടോ. നല്ല രസമുള്ള ചെടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നട്ടിട്ട് കുറച്ച് നാളെ ആവത്തുള്ളൂ, പക്ഷേ നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഒരു 2 ചട്ടിയിലോട്ടും കൂടെ ആക്കാമെന്ന്. ഇപ്പോൾ ഇത് 2 ചട്ടിയിലാക്കാനൊന്നും എനിക്കില്ല. ഞാൻ ഇതെല്ലാം കൂടി ഒരൊറ്റ ചട്ടിയിലാണ് നടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാറ്റി നടാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് അഗ്ലോണിമയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ നാളായി ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ചെടിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ അധികം പൈസയൊന്നും കൊടുത്ത് ചെടികൾ വാങ്ങാറില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ചുമപ്പുണ്ട്, അതും എനിക്ക് മേടിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. കാരണം ചുമപ്പ് എന്ന് പറയുന്നത് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കാണാനൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടൊക്കെ നിർത്തുമ്പോൾ. നമ്മളിവിടെ ചെടി നടുന്ന സമയത്ത് ശിവകുട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടി അവിടെ ഉണ്ട് കേട്ടോ. ശിവകുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എന്തൊക്കെയോ പുളുകൾ അടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ സാധനത്തിന് 920 അവൻ്റെ കയ്യിൽ 920 രൂപ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മണി പ്ലാന്റ് ഇത്രയും നാളും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള മരത്തിലായിരുന്നു പടർത്തിയിട്ടിരുന്നത്. പക്ഷേ അത് നല്ല രസമുണ്ട് കേട്ടോ, പടർന്നു പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ചൊടിച്ച് ചെടിച്ചട്ടിയിൽ നട്ടിട്ട് കമ്പ് കുത്തി അതിനകത്ത് കയറ് ചുറ്റിയിട്ട് പടർത്തി വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് വീട്ടുകളിൽ ആ ഒരു മെത്തേഡിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം, എനിക്കും അങ്ങനെ വളർത്തണമെന്ന്. അങ്ങനെയാണ് ഞാൻ മണി പ്ലാന്റും കൂടി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്ലൂസ് ഇതൊക്കെ നടാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കല്ലൂസിനും എന്നെ പോലെ തന്നെ ചെടികളോടൊക്കെ ഭയങ്കര പ്രിയമാണ്. എവിടെ പോയി കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ചെടി ഉണ്ടെങ്കിലും പിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ആയത്. എന്നാലും ഭയങ്കര ചെടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടൊക്കെ കുറച്ച് ചട്ടികളിലൊക്കെ ആക്കി അത്യാവശ്യമായിട്ട് ഞാൻ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിക്ക് നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ മാറ്റി നടാനായിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മനോഹരമായൊരു പ്ലാന്റ്സാണ് കേട്ടോ ഇത്. അപ്പോൾ മുമ്പൊക്കെ ഓരോ വീട്ടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ അധികം എങ്ങും ഇത് കാണാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വംശനാശം വരാതെ വേറൊരു ചട്ടിയിലോട്ട് നടാമെന്ന് വിചാരിച്ചു. ചെടിച്ചട്ടി നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഒരുപാട് ചെടികൾ ഇനി മാറ്റി നടാനായിട്ടുണ്ട്. അപ്പോൾ
ദേ ഈ ഒരു പ്ലാന്റ്സ് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നശിച്ച് പോകണ്ടാന്ന് കരുതിയിട്ട് ഞാനൊരു ചെടിച്ചട്ടിയിലോട്ട് നട്ടതാണ്. അപ്പോൾ ഇനി ഇത് ഒരു 3, 4 ചട്ടിയിലോട്ടാക്കി നടാമെന്ന് വിചാരിച്ചു. കാരണം 2, 3 ചട്ടിയിലാക്കി ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബേക്ക് ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വളർന്ന് വന്നിട്ട് വേണം ഫ്രണ്ടിലോട്ട് എടുത്തുകൊണ്ട് വന്ന് വെക്കാനായിട്ട്. നമുക്കിവിടെ തറയിലൊന്നും ചെടി നടാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ചെടിച്ചട്ടിയിലാണ് നട്ട് വെച്ചിരിക്കുന്നത്. കാരണം ചെടിച്ചട്ടി ആകുമ്പോൾ നമുക്ക് നല്ല തണലും വെയിലും ഒക്കെ വരുമ്പോഴത്തേക്ക് അതാത് സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ തറയിൽ അങ്ങനെ ചെടികളൊന്നും നടാൻ പറ്റിയ ഒരു സ്ഥലവും അല്ല കേട്ടോ. നല്ല വരണ്ട തറയാണ്. അതുപോലെ മുറ്റവും കുറവാണല്ലോ. പിന്നെ ചെടികൾ നട്ട് നട്ട് ഇപ്പോൾ ഏതാണ്ട് മുറ്റം നിറച്ചും ചെടിയാണെന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല ഒരു ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ വരുമ്പോഴും പറയാറുണ്ട് ചെടി ശരിക്കും ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനെന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.